ഹായ് ഓൾ. നമുക്ക് 83 ഡേയ്സും കൂടി എക്സാമിന് ബാക്കിയുള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. മെറ്റീരിയൽസ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ലൈൻ ബൈ ലൈൻ ആയി തന്നെ വായിച്ചു പോവുക. പ്രിപ്പറേഷൻ ആ ലെവലിൽ തന്നെ വേണമെന്ന് പറയുന്നതിന് കാരണം നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റൻ ആണ് TGA ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ആൻസർ വരുന്നത് അനലൈസിംഗ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് പോളിമേഴ്സ് എന്നാണ്. ഇത് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് വേണ്ടിയിട്ട് നേരത്തെ തയ്യാറാക്കിയിരുന്ന മെറ്റീരിയലിൽ ഈ ആൻസർ വരുന്നുണ്ട്. പക്ഷെ ആ ആൻസർ വരുന്നത് TGAക്ക് അകത്ത് നമ്മൾ പ്രിൻസിപ്പിളും ഇക്വിപ്മെന്റും ആപ്ലിക്കേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് ആ ആപ്ലിക്കേഷൻസിനകത്തുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ഈ പറഞ്ഞ ആൻസർ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആ ലെവലില് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ലെവലിൽ തന്നെ പ്രിപ്പറേഷൻ നമ്മുടെ ആ 11 വീക്സ് 11 മൊഡ്യൂൾസ് എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയുള്ള സബ്ജക്ട്സ് എപ്പോൾ കിട്ടുമോ കിട്ടില്ലേ അതിനെ കുറിച്ചൊന്നും ബോധേഡാവരുത്. എല്ലാ ആഴ്ചയും എന്തായാലും മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധിക്കുമെങ്കിൽ നമ്മൾ വരുന്ന ഞായറാഴ്ച അതായത് December 1 തന്നെ ഫിസിക്സിന്റെ ബാക്കിയുള്ള 2 മൊഡ്യൂൾസിന്റെയും കൂടെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ബൈ ഫോർ നൗ.